മണി വീക്കിലും ഇത്തവണ വ്യത്യസ്തതയുമായി ബിഗ് ബോസ്. ബിഗ് ബാങ് വീക്കിന് ഇന്നലെ തുടക്കമായി. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ ഇനി വെറും 2 ആഴ്ച കൂടി മാത്രം. വരാനിരിക്കുന്ന രണ്ടാമത്തെ ഞായറാഴ്ച ഈ സീസണിൻ്റെ വിജയിയെ അറിയാം. 8 പേർ അവശേഷിക്കുന്ന ഹൗസിൽ നിന്ന് ടോപ്പ് 5ലേക്ക് എത്താൻ എവിക്റ്റ് ആവേണ്ടത് ഇനി 3 പേർ മാത്രം. പതിവിന് വിപരീതമായി ഒരു മത്സരാർത്ഥിക്ക് വലിയ ഭൂരിപക്ഷം ഇല്ലാത്ത സീസണായതിനാൽ ടൈറ്റിൽ വിജയി ആരായിരിക്കുമെന്ന കാര്യം ഇപ്പോഴും പ്രവചനാതീതമായി തുടരുകയാണ്. അതേസമയം ഒരു സീസണിൽ കാണികൾക്കും മത്സരാർത്ഥികൾക്കും ഏറ്റവും കൗതുകവും ആവേശവും പകർന്ന ഒരു കാര്യത്തിന് ഇന്നലെ തുടക്കമായി. മണി വീക്ക് ആയിരുന്നു അത്. മത്സരാർത്ഥികൾക്ക് വലിയ തുകകൾ സമ്മാനമായി നേടാവുന്ന ആഴ്ചയാണിത്. എന്നാൽ മുൻ സീസണുകളിൽ നിന്ന് വ്യത്യാസപ്പെട്ട രീതിയിലാണ് മണി വീക്കും സീസൺ 7 ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ പ്രൊമോ സൂചിപ്പിക്കുന്നത്. ഈ ആഴ്ച നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന മണി വീക്ക് ആണെന്നും അതിൻ്റെ ആദ്യഘട്ടം പണപ്പെരുമഴ എന്ന പേരിലാണെന്നും പുറത്തെത്തിയ പ്രൊമോയിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെ അറിയിക്കുന്നുണ്ട്. നെവിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട്. അനൗൺസ്മെന്റിന് പിന്നാലെ ഹൗസിന് പുറത്ത് ബിഗ് ബോസ് നോട്ടുകൾ പറപ്പിക്കുന്നതും മത്സരാർത്ഥികൾ അത് വാരിക്കൂട്ടാനായി മത്സരിക്കുന്നതും കാണാം. അതേസമയം ബിഗ് ബോസിന്റെ മുന്നറിയിപ്പിന് ശേഷവും നോട്ടുകൾ എടുക്കുന്ന നെവിനെയും പ്രൊമോയിൽ നമുക്ക് കാണാം. ബിഗ് ബാങ് വീക്ക് എന്നാണ് മണി വീക്കിന് ഇക്കുറി ബിഗ് ബോസ് നൽകിയിരിക്കുന്ന പേര്. കഴിഞ്ഞ വാരം ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഉണ്ടായ മോശം പെരുമാറ്റത്തിനുള്ള ശിക്ഷാ നടപടി എന്ന നിലയ്ക്കാണ് മണി വീക്കിൽ നിന്നും നെവിന് ബാൻ കിട്ടിയത്. നെവിനുമായുള്ള തർക്കം മൂർച്ഛിച്ചതിന് പിന്നാലെ ഷാനവാസ് ഹൗസിൽ കുഴഞ്ഞു വീണിരുന്നു. ആരോഗ്യ കാരണങ്ങളാൽ 3 ദിവസം ഷാനവാസിന് ഹൗസിൽ നിന്ന് പുറത്ത് കഴിയേണ്ടതായും വന്നു. ശിക്ഷാ നടപടിയുടെ കാര്യം മോഹൻലാലാണ് കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിനെ അറിയിച്ചത്.